സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും ശ്വാസം നിലയ്ക്കുന്ന സെക്കൻഡ് വരെ കൃത്യമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കണമേ എന്ന് ആദ്യം എന്നോടും പിന്നെൻ്റെ സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ കാണാനും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനും തൗഫീക്ക് തന്ന പരമകാരുണികനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഓരോ വർഷവും പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയം പ്രതീക്ഷിച്ചുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ സ്വീകരിച്ചിട്ടാണ് ഈ മണ്ണിലെത്തിപ്പെടാറുള്ളത്. ഇപ്രാവശ്യം സുഹൃത്ത് മുന്താസ്ക ഒരു അമീറായി പോകണം, കേരള സലഫി ഉംറയുടെ അമീറാവണം എന്ന് പറഞ്ഞ സെക്കൻഡിൽ തന്നെ നിങ്ങളോരോരുത്തരും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. വഞ്ചിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ എന്ന വലിയൊരു വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മോട് ചോദിക്കാതെ, നമ്മൾ ആവശ്യപ്പെടാതെ നിരവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾ ഓരോന്നും ജീവിതത്തിൽ പകർത്തി ചിലതറിഞ്ഞുകൊണ്ടും ചിലതറിയാതെയും ഉപയോഗപ്പെടുത്തി വളരെ സന്തോഷത്തോടെ ഈ ഭൂമിക്ക് മുകളിൽ വ്യത്യസ്ത ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മളിൽ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വില പലപ്പോഴും നമ്മളിൽ പലർക്കും തിരിച്ചറിയാൻ സാധിക്കാറില്ല. പലതും നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ആ അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ടായിരുന്നു, ഞാനൊരൽപ്പം സൂക്ഷിച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും കൂടി ഭംഗിയായി ആ അനുഗ്രഹം ജീവിതത്തിൽ പകർത്താമായിരുന്നു എന്ന് പല ആളുകളും ചിന്തിക്കാറുള്ളത്. ഉദാഹരണമായി, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നന്മണ്ടയിലെ എൻ്റെ വീട്ടിൽ വാപ്പയോടൊപ്പം സിറ്റൗട്ടിലിരിക്കുമ്പോ ശക്തിയായൊരു മഴ പെയ്തു. മഴത്തുള്ളികൾ ഇലകളിലേക്ക് തല്ലി അലച്ചു വീണ് ആ മഴയുടെ ശബ്ദം സിറ്റൗട്ടിലിരിക്കുന്ന ഞാനും വാപ്പയും അതോടൊപ്പം എൻ്റെ മക്കളും സന്തോഷത്തോടുകൂടി ആ കാഴ്ച കാണാനും തുടങ്ങി. ഒരൽപ്പം കട്ടൻ ചായയും അതിനു കൂട്ടാൻ ചിപ്സും അതോടൊപ്പം എൻ്റെ കുട്ടികളുടെ പേരക്കുട്ടികളുടെ കളിച്ചിരികളും കുത്തിച്ചൊരിയുന്ന മഴയും ആ വല്ലാത്തൊരു അനുഭൂതിയുടെ നിമിഷം. പുറത്തേക്ക് ഒരുപാട് നേരം നോക്കി നിൽക്കുന്ന വാപ്പ പെട്ടെന്ന് പറഞ്ഞു, മരണം അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇക്കാണുന്ന സുഖങ്ങളും രസങ്ങളും ഈ കാണുന്ന എല്ലാവിധ അലങ്കാരങ്ങളും നഷ്ടപ്പെടുത്തുന്നതാണല്ലോ മരണം. അതുകൊണ്ട് മരണം വലിയൊരു നഷ്ടം തന്നെയാണ് എന്നൊരാത്മകഥം പോലെ വാപ്പ സൂചിപ്പിച്ച സമയത്താണ് ഓരോ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വിലയും അതിന്റെ വ്യാപ്തിയും നമുക്ക് മനസ്സിലാവുക.
എന്ന ചിന്ത നമ്മൾ ഓരോരുത്തരെയും ഹൃദയത്തിലേക്കുണ്ടായിത്തീരേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തിയതും. ഖുൽ, നബിയെ അവരോട് നീ പറയണം, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. മരണത്തെ പേടിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ സുഖങ്ങളിലും സൗകര്യങ്ങളിലും ആർത്തുല്ലസിച്ച് ജീവിക്കുന്നതിനിടയിൽ മരണമെന്ന യാഥാർത്ഥ്യത്തെ മറക്കുകയും പെട്ടെന്ന് കൺമുൻപിൽ മരണത്തെ കാണുമ്പോൾ വെപ്രാളപ്പെട്ടോടുകയും ചെയ്യുന്ന എന്റെ ജനതയോട് നിങ്ങൾ പറയണം പ്രവാചകരെ, ഫഇന്നഹു മുലാഖീകും, നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര വെപ്രാളപ്പെട്ട് ആസ്വദിച്ച് ദുനിയാവിൽ ജീവിക്കുന്നവരാണെങ്കിലും, ഏതൊക്കെ സന്തോഷത്തിന്റെ പിന്നാലെ നിങ്ങൾ ഓടുന്നവരാണെങ്കിലും, ഫഇന്നഹു മുലാഖീകും, ആ സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും സന്തോഷങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന ഒരു മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ അവസാനമാണ് ഉത്തരം കിട്ടാത്ത മരണം. ആ അനുഗ്രഹങ്ങൾ ഓരോന്നും ജീവിതത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത രീതിയിൽ അത്രമാത്രം അനുഗ്രഹങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സൂചിപ്പിച്ചതുപോലെ, ഫഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തഖ്സുഹാ, നേരം വെളുത്ത് നിങ്ങൾ പടച്ച റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് എഴുതാനിരുന്നാൽ, എണ്ണാനിരുന്നാൽ നിങ്ങൾക്കതിന്റെ എണ്ണമെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമാറ് ഉള്ളിലേക്ക് വലിച്ചേറ്റുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ രണ്ട് ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഹൃദയവും ആ മിടിക്കുന്ന ഹൃദയം കൊണ്ട് ചലിക്കുന്ന ഉദരവും ആ ചലിക്കുന്ന ഉദരം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രക്തങ്ങളും ആ രക്തങ്ങളെ കൊണ്ട് ചലിക്കുന്ന അവയവങ്ങളും, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. ഒന്നാലോചിച്ചു നോക്കൂ മനുഷ്യരെ, അള്ളാന്റെ സഹായം പറന്നു വീണ പിഞ്ചു കുഞ്ഞിന്റെ മുൻഭാഷത്തുള്ള രണ്ട് ചുണ്ടുകളുടെ രണ്ട് ഭാഗങ്ങൾ ഒട്ടിപ്പിടിക്കാത്തതിന്റെ പേരിൽ ഇന്നും കണ്ണുനീരുമായി കഴിഞ്ഞുകൂടുന്നവരാ പല കുടുംബങ്ങളും. സംസാരിക്കുന്നൊരക്ഷരം പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നാട്ടുകാരും ഉച്ചറിയനെന്ന് വിളിക്കുന്ന അപമാനഭാരം കൊണ്ട് കണ്ണുനീരുമായി കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളുണ്ട്. ജനിക്കപ്പെട്ട പെൺകുട്ടിക്ക് ചുണ്ടിന്റെ ചേർച്ചയില്ലാത്തതിന്റെ പേരിൽ ആ മകളെ നെഞ്ചോട് പിടിച്ച് വിങ്ങിപ്പൊട്ടുന്ന രക്ഷിതാക്കൾ ഇന്ന് മുസ്ലിം കുടുംബങ്ങളിലുണ്ട്. സംസാരിക്കുന്ന നാവുകളും കാണുന്ന കണ്ണുകളും ചലിക്കുന്ന മനുഷ്യരുടെ അവയവങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നും പടച്ച റബ്ബിന്റെ അനുഗ്രഹമായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു വേള ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തു കുറവാ പടച്ച റബ്ബ് നമ്മളോട് കാണിച്ചത്? കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും ജീവിക്കാനുള്ള ചുറ്റുപാടുകളും സ്നേഹിക്കപ്പെടാനുള്ള രക്ഷിതാക്കളും സംരക്ഷിക്കാനുള്ള മക്കളും, ഇങ്ങനെ ഓരോന്നും ഓരോ സെക്കൻഡും തരേണ്ട രീതിയിൽ പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്ക് നൽകിയിട്ടും ആ നൽകുന്ന അനുഗ്രഹങ്ങൾ പലതും നമ്മെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങളാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്, മനുഷ്യൻ തീർച്ചയായും അല്ലാഹുവിനോട് നന്ദി കെട്ടവൻ തന്നെയാ, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തവനാ, ആ അനുഗ്രഹങ്ങളെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്തവനാ. അതിനാരാണ് സാക്ഷി? വഇന്നഹു അലാ ദാലിക ലശഹീദ്, മനുഷ്യർ തന്നെയാണ് അതിനുള്ള സാക്ഷി. പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ആ അനുഗ്രഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാതെ സ്വന്തം ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം ചിന്തിച്ച് അറുമാതി ചാറാടി ജീവിക്കുന്ന മനുഷ്യരെ മറ്റാരുമല്ല അതിന്റെ സാക്ഷി. വഇന്നഹു അലാ ദാലിക ലശഹീദ്, നിങ്ങൾ തന്നെയാണ് പടച്ച റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സാക്ഷികൾ. ഇന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല തന്നെ ഓർമ്മപ്പെടുത്തുന്നു,
മറ്റൊരു വചനത്തിലൂടെ പടച്ച റബ്ബ് സൂചിപ്പിച്ചു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എത്ര സുന്ദരമായിട്ടാണ് മനുഷ്യരെ നിങ്ങളെ പടച്ച റബ്ബ് പടച്ചത്. കാലിന് കാലും കണ്ണിന് കണ്ണും ശ്വസിക്കാനുള്ള വായുവും അത് ശ്വാസമെടുക്കാനുള്ള മൂക്കും കേൾക്കാനുള്ള ചെവികളും ചിന്തിക്കാനുള്ള തലച്ചോറുമായി ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എത്ര സുന്ദരമായിട്ടാണ് മനുഷ്യരെ നിങ്ങളെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിലും ആ മനുഷ്യൻ തീർച്ചയായും സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, നിന്ദ്യരിൽ നിന്ദ്യനായി നികൃഷ്ടരിൽ നികൃഷ്ടനായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നു. അഥവാ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വഞ്ചിക്കപ്പെട്ട് പലതും നശിപ്പിച്ചവർ ആ അനുഗ്രഹങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് തിരിച്ചറിവ് നേടാത്തവർ 40, 50, 60, 70, 90 വയസ്സ് വരെ ആയുസിന്റെ ദൈർഘ്യം കിട്ടിയിട്ടും സ്വന്തം ജീവിതത്തിന്റെ നന്മകൾ കണ്ടെത്തി അള്ളാഹ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് പടച്ച റബ്ബിന്റെ മാലാഖമാര് സ്വാഗതം ചെയ്യുന്ന സ്വർഗം നേടിയെടുക്കാൻ പറ്റാതായി പോയവർ അവസാനം ഒരുപാട് പ്രാണന് തുല്യം നമ്മെ സ്നേഹിച്ച പടച്ച റബ്ബിനെ വെറുപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മടങ്ങുന്ന ഒരു രംഗത്തെപ്പറ്റി എപ്പോഴെങ്കിലും എന്റെ സഹോദരന്മാര് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മയ്യത്ത് ഉമ്മറത്ത് കടക്കുമ്പോ 10,000 പള്ളിയിലേക്ക് കയറി വരുമ്പോ പള്ളിയുടെ മുൻഭാഗത്ത് വെച്ച മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് നിസ്കരിക്കുമ്പോ സലാം വിട്ടി പുറത്തേക്കിറങ്ങുന്ന നാട്ടുകാര് പറയും, ഇതുപോലെ ഒരു മയ്യത്ത് നിസ്കാരം ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇതുപോലെ ജനങ്ങൾ പങ്കെടുത്തൊരു മയ്യത്ത് നിസ്കാരം ഞങ്ങൾ കണ്ടിട്ടില്ല, ഇതുപോലെ മക്കള് കരഞ്ഞൊരു വാപ്പാന്റെ മയ്യത്ത് ഇന്നുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതാണോ ജീവിതത്തിന്റെ മേന്മ? അതാണോ ദുനിയാവിൽ നിന്ന് മരണത്തോടെ കൊണ്ടുപോകാനുള്ളത്? അല്ലെന്ന് പടച്ച റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു. നബിയെ, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചിലർ, അവര് പറയും അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്ന്, പരലോകത്ത് വിശ്വാസമുണ്ടെന്ന് അവര് പറയും. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. പരലോകത്തും അല്ലാഹുവിലും വിശ്വാസമുണ്ടെന്ന് പറയുന്നവരാണെങ്കിലും പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോ പരാജയപ്പെട്ടുപോയ, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത, എങ്ങനെ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കണമെന്ന് പഠിക്കാത്ത പമ്പര വിഡ്ഢികളായ വിശ്വാസികളായി അവരെ പടച്ച റബ്ബ് നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന വിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ എന്നെയും നിങ്ങളെയും കുറിച്ചാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അഥവാ കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളെയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അത് നൽകുന്ന പടച്ച റബ്ബ് അനുഗ്രഹങ്ങളെ കൊണ്ട് ഓരോ നിയോഗം വെച്ചിട്ടുണ്ട്. കണ്ണ് തന്ന പടച്ച റബ്ബ് അത് നിങ്ങളുടേതല്ലേ, അതുകൊണ്ട് എന്തും കണ്ടോ എന്ന് പടച്ച റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. കണ്ണ് അള്ളാന്റെ അനുഗ്രഹമാണെങ്കിൽ അതുകൊണ്ട് ചിലതേ കാണാൻ പാടുള്ളൂ, ചിലതിന്റെ നേരെ നോക്കാൻ പാടില്ല, ചിലത് നിങ്ങൾ ആസ്വദിക്കാൻ പാടില്ല. എന്നാൽ എന്റെ കണ്ണ്, എന്റെ പണം, ഞാൻ വില കൊടുത്ത് വാങ്ങിയ TV, ഞാൻ വലിച്ച കേബിള്, ഞാൻ വാങ്ങിക്കൂട്ടുന്ന സുഖസൗകര്യങ്ങള്, അതുകൊണ്ട് എന്ത് കാണണം, എന്തൊക്കെ ആസ്വദിക്കണം എന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ടെന്ന് അഹങ്കാര ബുദ്ധിയോടുകൂടി 1000 തവണ മനുഷ്യരെ അത് കേടാണ്, അത് കുടുംബത്തിന്റെ അടിവേറെറുക്കുമേ, അത് പെൺകുട്ടികളെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുമേ, കൂടെ പഠിക്കുന്ന പെണ്ണിനെ ചെറുപ്പക്കാര് കൂട്ടിക്കൊണ്ടുവരികെ, മിസ്ഡ് കോൾ പ്രണയങ്ങൾ വർദ്ധിക്കുമേ, അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുമേ, മരം ചുറ്റി പ്രേമങ്ങളെയും മരം ചുറ്റി കാതലുകളെയും കോർത്തിണക്കി അവതരിപ്പിക്കുന്ന സിനിമകളും സീരിയലുകളും കുടുംബത്തിന്റെ അടിവേരുകൾ അറുക്കാൻ കാരണമാകുമേ എന്ന് 10,000 തവണ കേട്ടിട്ടും ആ കേബിള് വേണ്ടെന്ന് വെക്കാനോ ആ അവസ്ഥയിൽ നിന്ന് മാറി നടക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അവരെ തൊട്ട പടച്ച റബ്ബ് പറഞ്ഞത് അല്ലാഹ് കൊടുത്ത അനുഗ്രഹങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കാത്ത ചിലര് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. കണ്ണെന്ന അനുഗ്രഹം, പണമെന്ന അനുഗ്രഹം, ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളെയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതിരിക്കുമ്പോ അവസാനം പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആളിക്കത്തുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് ആർത്തി തീരാതെ മാനം മുട്ടെ പാറിക്കളിക്കുന്ന തീജ്വാലകളിൽ ശരീരം വെന്ത് അവസാനം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന അവരെ നിനക്ക് ഞാൻ കാണിച്ചു തരും
എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും മറക്കാൻ പാടില്ലാത്തതാണ്.